നമസ്കാരം. സിദ്ദിഖ് എന്നൊരു കള്ളനാണയം പൊളിഞ്ഞു വീഴുമ്പോൾ അദ്ദേഹത്തിന്റെ ചുറ്റാകെ നിൽക്കുന്ന ചില ഉപജാപക വൃന്ദങ്ങളും ഇദ്ദേഹത്തിന്റെ സഹവർത്തിത്വവുമുള്ള ചില ഫ്രോഡുകളെ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ദേ ഒരു ഫോട്ടോ കാണുക. ആരാണെന്ന് മനസ്സിലായില്ലേ? ഒരു വലിയ മാൻഡ്രേക്കാണ്. ഈ മാൻഡ്രേക്കിൻ്റെ കൂടെയൊക്കെ ആര് കൂട്ടുകൂടിയിട്ടുണ്ടോ അവന്റെയൊക്കെ പുക കണ്ടിട്ടുണ്ട്. സിദ്ദിഖ് എന്ന ഒരു ക്രിമിനൽ ആണെന്നിപ്പോ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം വളരെ അടുത്ത ബന്ധമാണ് മറുനാടൻ മറുതയായിട്ട് സൂക്ഷിച്ചിരുന്നത്. കണ്ടില്ലേ? ആ ആത്മബന്ധം ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്ന് വെളിവാകുകയാണ്. എന്തായിരിക്കും ഇത്രയും വലിയ ആത്മബന്ധം ഉണ്ടാകാനുള്ള ഒരു കാര്യം? സ്വാഭാവികമായിട്ടും പലരെയും കുറിച്ച് വിളിച്ചു കൂവുന്ന വ്യക്തിയാണ് മറുത. മറുതയ്ക്ക് അങ്ങനെ ഒരു ലൈസൻസ് ഉണ്ടെന്ന് മറുത കരുതുകയാണ്. മറുത സിദ്ദിഖിനെ കുറിച്ച് ഇതുവരെ മിണ്ടിയിട്ടില്ല. സിദ്ദിഖിന് മറുതയായിട്ട് വല്ലാത്ത ആത്മബന്ധമുണ്ടായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു. കാര്യം ഈ കൊള്ളരുതായ്മകൾ ചെയ്യുന്നവർക്ക് ഇത്തരം കമ്പനികൾ ആവശ്യമാണ്. ഒരു ഗജ ഫ്രോഡാണ് ഇത്തരം കൊള്ളരുതായ്മകളെ കണ്ടുപിടിച്ച് അവർക്കെതിരെ വാർത്ത കൊടുത്ത് പൈസ അടിയാണ് മറ്റേ ഫ്രോഡിന്റെ പണി. അങ്ങനെ പല കേസുകളിൽ കുടുങ്ങിയിരിക്കുന്ന വ്യക്തി അദ്ദേഹം സിദ്ദിഖുമായിട്ട് ഇത്ര വലിയ ആത്മബന്ധം സൂക്ഷിച്ചിരുന്നെങ്കിൽ അതിലെ അത്ഭുതം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ വലിയ മുസ്ലിം വിരുദ്ധനാണ് ഇദ്ദേഹം. യൂസുഫ് അലിക്കെതിരെ യാതൊരു കാരണവുമില്ലാതെ വാർത്ത കൊടുക്കുന്ന വ്യക്തിയാണ് അല്ലെ? അയാളുടെ മുസ്ലിം വിരുദ്ധത. മമ്മൂട്ടിക്കെതിരെ ഇദ്ദേഹം യാതൊരു കാര്യവുമില്ലാതെ വാർത്തകൾ സൃഷ്ടിച്ച് ഇവർക്കെതിരെ പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. ഇവർക്ക് സമൂഹത്തിന്റെ ഇടയിൽ ഉള്ള സ്വാധീനവും അവർക്കുള്ള പിന്തുണയും എല്ലാം തെറിപ്പിക്കാൻ വേണ്ടി വലിയ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മറുത സിദ്ദിഖുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഇരിപ്പ് വശം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യമാണ്. ഒന്ന് രാഷ്ട്രീയമാണ്. സിദ്ദിഖിന്റെ രാഷ്ട്രീയം. സിദ്ദിഖ് ഒരു കോൺഗ്രസ് നേതാവാണ്, അതിൽ ആർക്ക് സംശയമില്ലല്ലോ. കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന സിദ്ദിഖ് സ്വാഭാവികമായിട്ടും മറുനാടൻ മറുതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് സുധാകരനും സതീശനും സൂക്ഷിക്കുന്ന അതേ ബന്ധം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, എവിടെ കൊള്ളരുതായ്മ ഉണ്ടോ അവിടെ ഈ മറുത ഫ്രോഡും ഉണ്ടെന്നാണ്. എവിടെ അഴുക്കുണ്ടോ അവിടെ കീടാണും ഉണ്ട് എന്ന് പറയും പോലെയാണ്. എവിടെ ഫ്രോഡ് പ്രവർത്തനം നടത്തുന്നവരുണ്ടോ അവരോടൊപ്പമെല്ലാം ഈ മറുതയെ കാണാൻ പറ്റൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മഹാനെക്കുറിച്ചും നമ്മൾക്ക് ചിലത് സംശയിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഈ മറുതയെക്കുറിച്ച് ഉയരുന്ന പല പുകകളും അതിലൊക്കെ വസ്തുതയുണ്ടെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമല്ലേ. എന്തായാലും ഒരാൾ പെടുന്ന സന്ദർഭത്തിൽ അയാളുടെ ബന്ധങ്ങളും അയാളുടെ രീതികളും അയാൾക്കൊപ്പം ഉണ്ടായിരുന്നവരെയൊക്കെ നമ്മളെ സമൂഹം ഓഡിറ്റ് ചെയ്യുന്നത് ഒരു പൊതുപ്രവണതയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ മറുനാടൻ മറുത എന്ന് പറയുന്ന വ്യക്തി അത് സിദ്ദിഖിനൊപ്പം വലിയ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി അടുത്തിരുന്ന് വലിയ ഡിസ്കഷൻ ഒക്കെ നടത്തി ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഇത്തരം കാര്യങ്ങളെല്ലാം മുൻപ് ഡിസ്കസ് ചെയ്തില്ല എന്ന് എന്തുറപ്പാണുള്ളത്? അല്ലെങ്കിൽ സിദ്ദിഖ് എന്ന നടനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മറുതയ്ക്ക് ഒരക്ഷരം പറയാനില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, പല കാര്യങ്ങളും ഇവർ ഒക്കച്ചങ്ങായിമാരായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചില മനസാക്ഷി സൂക്ഷിപ്പുകാരായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത്തരം സഹവർത്തിത്വങ്ങൾ സൂക്ഷിക്കുന്നവർ അവർ ഈ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരല്ല. അവർ സ്വയം നല്ലതാണെന്ന് കൃത്രിമമായി അഭിനയിക്കുന്നവരാണ്. അവരുടെ കൈകൾ അടിമുടി ഫ്രോഡ് വേലത്തരങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുകയാണ്. ഈ മറുത എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, നമ്മൾ എന്തുകൊണ്ടാണ് ആ പേര് ചർച്ച ചെയ്യുന്നത് തന്നെ? അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്നും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനവും അദ്ദേഹം മുമ്പും ഈ പണം തട്ടിക്കാൻ വേണ്ടി ഇദ്ദേഹം വ്യാജ വാർത്ത കൊടുത്തതിന്റെ ഓഡിയോകൾ ഉൾപ്പെടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഫ്രോഡിന് ഇങ്ങനെ ഒരു വ്യക്തിയുമായിട്ട്, അത് പ്രത്യേകിച്ച് ഒരു വലിയ പ്രശസ്ത നടൻ, ഇപ്പോ ഇന്നലെ മുതലാണല്ലോ ഇദ്ദേഹത്തിന്റെ ഒരു റേറ്റിംഗ് മാറുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കുറിച്ചുള്ള ഒരു പിക്ചർ മാറുന്നത് ഇന്നലെ മുതലാണല്ലോ. അതുവരെ ഇത്രയും ഗജ ഫ്രോഡ് പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയുമായിട്ട് സിദ്ദിഖ് എന്തിനാണ് ബന്ധം സൂക്ഷിച്ചിരുന്നത്? സ്വാഭാവികമായിട്ടും കള്ളത്തരങ്ങളും കൊള്ളരുതായ്മകളും ചെയ്യുന്നവർക്ക് ഇത്തരം നെറ്റ്വർക്കുകൾ ആവശ്യമാണ്. എന്നെക്കുറിച്ച് ആ മേഖലയിലൂടെ ഒന്നും പുറത്തു വരരുതെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ ഏരിയയും സിദ്ദിഖ് കോടികൾ ഒഴുക്കിക്കൊടുത്ത് അടച്ചിട്ടുണ്ട്. അതിന്റെ എച്ചിൽ കൈപ്പറ്റിയ വ്യക്തിയാണ് മറുത എന്ന് ഈ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. അപ്പോ സിദ്ദിഖ് അകത്ത് പോകുമ്പോൾ നമ്മുടെ നാട്ടിലിരുന്ന് ഞാൻ സത്യസന്ധനാണ്, ഞാൻ സത്യം മാത്രം പറയുന്ന ആളാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മുഖപടം കൂടി അതിനോടൊപ്പം അഴിഞ്ഞു വീഴുന്നുണ്ട്. അയാൾക്കും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടോ എന്ന് ഈ സമൂഹത്തിന് സംശയമുണ്ടായാൽ കുറ്റം പറയാൻ പറ്റില്ല തന്നെ. വിശദീകരിക്കേണ്ടത് ഈ ഫോട്ടോയെ സംബന്ധിച്ചൊക്കെ ഇവരാണ്. എന്ത് തരം ഡിസ്കഷനാണ് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് നടത്തിയെന്നും ഇത്തരം ക്ലോസ് റിലേഷൻ ഉണ്ടാക്കാൻ ഇവർ തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്നും ഈ സിദ്ദിഖിന് ഓൺലൈൻ മേഖലയിലെ ഇത്തരം വ്യാജ വാർത്തക്കാരനുമായിട്ട് ബന്ധം സൂക്ഷിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നുള്ളതൊക്കെ പുറത്തു വരട്ടെ, വിശദീകരിക്കട്ടെ. എന്തായാലും ഒരു ക്രിമിനൽ കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്, എല്ലാ വ്യക്തികളും ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതിനോടൊപ്പം എവിടെ അഴിമതിയോ ക്രിമിനലിസമോ ഒക്കെ ഉണ്ടോ അവിടെയെല്ലാം മറുനാടന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഈ പറയുന്ന വ്യക്തിത്വവും കൂടുതൽ സംശയത്തിന്റെ നിഴലിലേക്ക് പോകുകയാണെന്നുള്ള കാര്യം നിസ്സംശയം പറയാൻ കഴിയും.